കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏട്ടൻ എനിക്ക് വേണ്ടിയും ഉണ്ണിക്ക് വേണ്ടിയും ഒരുപാട് ബുദ്ധിമുട്ടി. വലിയ റിസ്ക്കാ ഏട്ടൻ എടുത്തത്. ഏട്ടന് വേണ്ടി ഇതെങ്കിലും എനിക്ക് ചെയ്യാൻ പാടില്ലേ? ഞാൻ എന്ത് ചെയ്താലും അതെന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഇതും എന്റെ ഉത്തരവാദിത്വം ഏട്ടാ. എനിക്ക് വേണ്ടി ഒരാൾ ബുദ്ധിമുട്ടുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഇതൊരു ഉത്തരവാദിത്വമല്ലേ, പിന്നെ എങ്ങനെ ബുദ്ധിമുട്ടാവുക? ഏട്ടനെ കണ്ടോണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിന് എത്ര ധൈര്യം കിട്ടുമെന്നറിയോ? ശരിക്കും സത്യം പറയുകയാണെങ്കിൽ എന്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന സുരക്ഷിതത്വം ഉണ്ണി എന്നോട് എത്ര സെക്യൂർഡ് ആയിട്ടാണോ പെരുമാറുന്നത്, അതൊക്കെ ഞാൻ ഏട്ടന്റെ കൂടെ നിൽക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഏട്ടനെ ഉറങ്ങാൻ വിടാതെ ഞാനിങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുക. സോറി. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തില. ഇപ്പൊ താൻ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ പിന്നെ അന്ന് ഒരുപാട് സംസാരിക്കരുതെന്ന് പറഞ്ഞതോ? ശരി, വിട്ടേക്ക്. ഏട്ടനും ഇനി ഉറങ്ങാൻ വേണ്ടിട്ട് കഥ വല്ലതും ഞാൻ പറഞ്ഞു തരണോ? ഇന്ന് ഉണ്ണിക്ക് ഞാൻ കഥ പറഞ്ഞു കൊടുക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് പതിവില്ലാതെ ഉണ്ണി എനിക്കൊരു കഥ പറഞ്ഞു തന്നു. ഒരു മുയലിന്റെ കഥ. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അമ്മയിൽ നിന്ന് അകന്നു മാറി ത്യാഗം ചെയ്ത മുയലിന്റെ കഥ. ശരി, ഏട്ടൻ ഉറങ്ങിക്കോ. ഏട്ടാ നോക്കിയേ, ഇതിൽ നല്ല എരിവുള്ള നുറുക്കുണ്ട്. ഈ ബാഗിൽ ലഡു ഉള്ളത് കേട്ടോ. ഇതിൽ ബിസ്ക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. എല്ലാം മറക്കാതെ ഏട്ടൻ പിള്ളേർക്ക് കൊടുക്കണം. ഇതെല്ലാം കൂടി വഴിയിൽ ഏതെങ്കിലും ബേക്കറി നോക്കിയിട്ട് ഞാനെടുത്ത് കൊടുത്താലോ? അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് കേറി വാ. നല്ല ചട്ടവും പഠിപ്പിച്ച് ചൂട് വെക്കും. ഞാൻ ഒരാഴ്ചത്തേക്ക് ഞാൻ ഫുഡും തരില്ല. അമ്പോ, കുട്ടികളോട് ഇത്രയും സ്നേഹമുള്ളവരായിരുന്നെങ്കിലേ പിന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ചൂടായിരുന്നോ? ആ, അവര് വീട്ടിലേക്ക് വന്നാ പുസ്തകം എല്ലാം കെട്ടിപ്പൊട്ടി കളിക്കാൻ ഇറങ്ങും. ഒരിടത്തും അടങ്ങിയിരിക്കില്ല. കുട്ടികളെ കാണാനായിട്ട് നിനക്ക് എന്നോട് വന്നൂടായിരുന്നോ? അവരെന്നെ കണ്ട അപ്പ കരച്ചിൽ തുടങ്ങും ഏട്ടാ. എനിക്കത് കാണാൻ വയ്യ. നിങ്ങളെപ്പോലുള്ള സ്ത്രീകളെ മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാ. നിങ്ങളൊക്കെ ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? ഉണ്ണി, അതെന്താ ഉണ്ണി അവിടെ തന്നെ നിൽക്കുന്നെ? ഇങ്ങോട്ട് കേറി വാ മോനെ. നിങ്ങളിത് എന്ത് ചെയ്യുവാ വല്യമ്മേ? മോന്റെ ചേട്ടനും ചേച്ചിയും അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടല്ലേ പഠിക്കുന്നത്. അവർക്ക് പുതിയ ഡ്രസ്സ്, സ്വീറ്റ്സ് ഇതെല്ലാം ഉണ്ണിയുടെ വല്ലിച്ചം കൊണ്ട് കൊടുക്കാൻ പോവാ. ചേട്ടനും ചേച്ചിയും എന്തിനാ ഹോസ്റ്റലിൽ താമസിക്കുന്ന വല്യമ്മേ? അത് നിന്റെ വല്യമ്മ തന്നെയാ കാരണം. കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കാന്ന് പറഞ്ഞാ നിന്റെ വല്യമ്മ കേക്കില്ല. എന്തിനാ വല്യമ്മ അങ്ങനെ ചെയ്യുന്നേ? അവരുടെ പഠിത്തത്തിന് വേണ്ടിട്ടാ ഉണ്ണി. അതൊന്നും അല്ലടാ ഉണ്ണി. അവരിവിടെ ഉണ്ടെങ്കിലേ നിന്റെ വല്യമ്മയ്ക്ക് അവരെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അവര് നിറയെ കുസൃതി കാണിക്കും. അത് നിന്റെ അമ്മമ്മയ്ക്ക് ദേഷ്യവും വരും. പിന്നെ വല്യമ്മയ്ക്കായിരിക്കും അതിന്റെ വഴക്ക് കിട്ടുക. ഇങ്ങനെ ദിവസവും അത് പതിവായപ്പോ പഠിക്കാനായിട്ട് ചേച്ചിയും ചേട്ടനെ ഹോസ്റ്റലിലേക്ക് വിട്ടു. എന്താ ഏട്ടാ കൊച്ചു പിള്ളേരോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ സുമമ്മ പറഞ്ഞതൊക്കെ സത്യാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ താമസിക്കുവാണെങ്കിൽ അമ്മ അമ്മമ്മ എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താടാ മോനെ ഉണ്ണി ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നുമില്ല വല്യച്ഛ, ഹോസ്റ്റലൊക്കെ എങ്ങനെ ഇരിക്കും? എന്തായാലും വീട് പോലെ ഇരിക്കില്ല,
പക്ഷെ പഠിക്കാനായിട്ട് നല്ല സ്ഥലമാട്ടോ. ഹോസ്റ്റലില് എന്താ നമ്മൾ ചെയ്യണ്ടേ? രാവിലെ 5 മണിക്ക് തന്നെ എണീക്കേണ്ടി വരും. 6 മണി വരെ പഠിക്കേണ്ട സമയം. അതിനുശേഷം ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് ജോഗ് ചെയ്യിക്കും. പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ കൊണ്ടുപോവുക. ഈവനിങ്ങിലെ പ്ലേ ടൈമാണ്. രാത്രി ഹോംവർക്കും കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുക. അത്രേ ഉള്ളോ? ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ പാരന്റ്സിനെ കാണുന്നതിന് കുട്ടികളെ അനുവദിക്കുകയും ചെയ്യും. ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. നല്ല രീതിയിൽ അവിടെ പഠിപ്പിക്കുന്നേ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ, വീട്, പാരന്റ്സ്, ഫ്രണ്ട്സ് ഇവരെയൊക്കെ മിസ് ചെയ്യും. വീട്ടിലുള്ളതുപോലെ ആയിരിക്കില്ല. എന്തിനാ ഉണ്ണി നീ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നെ? അത് വെറുതെ വല്യമ്മ. അഭിയേട്ടാ, അഭിയേട്ടാ, എന്താ ഇത്? എപ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാലോ? കുറച്ചു നേരം ഒന്ന് എഴുന്നേറ്റിരുന്നൂടെ? എന്തിനാ എഴുന്നേക്കാൻ പറയുന്നേ? കുറച്ചു നേരം പുറത്തേക്ക് വാ, വെറുതെ ഒന്ന് നടക്കാം. എന്നാലല്ലേ ഏട്ടന് പെട്ടെന്ന് സുഖാവൂ. നല്ല വേദനയുണ്ട്. എന്താ തനിയെ നടക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചോ? ഞാൻ കൂടെ ഉണ്ടല്ലോ. ഒന്ന് വാ, ഞാൻ നടക്കാൻ സഹായിക്കാം. ഏട്ടനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവാം. അത് വേണ്ട, ഭാസ്കരേട്ടനോ അഖിലോ വന്ന് കൊണ്ടുപോകും. അപ്പൊ പിന്നെ ഞാനെന്താ ചെയ്യാ? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വസു കുട്ടികളെ നോക്കിക്കോളൂ. ഏട്ടന് സുഖമാവുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നേ. കുട്ടികളുടെ കാര്യം ഭാവനയെടുത്ത് നോക്കിക്കോളും. വരൂ പ്ലീസ്. ഈ കാര്യത്തിൽ ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. എഴുന്നേൽക്ക്. ഒരു കൂട്ടുത്താ തുന്നാരം തുഞ്ചത്ത് ചാഞ്ഞുവാ കുളിരാടിവാ ഒരു പാട്ടുത്താ ഇതിലേ ചിരിമഴ തൂകി നീ വരുമോ ചിറകുകൾ വീശി നീയോ തെയ്യാരം തൂമണിക്കാറ്റേവാ കളിയാടിവാ ഒരു കൂട്ടുത്താ ചും 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 അമ്മ അച്ഛന് ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവരെല്ലാ ദിവസവും ഇങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി കുറച്ചു ദൂരം കൂടി നടക്കാന്നേ. മതി, പറ്റുന്നില്ല. കുറച്ചേരം കഴിഞ്ഞ് വീണ്ടും നടക്കാം. ശരി. താങ്ക് യു. ഏട്ടൻ എന്നും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ആരോഗ്യം തിരിച്ചു കിട്ടും. ശരി. താൻ പോയി ഉണ്ണിയെ സ്കൂളിലേക്ക് വിടാൻ നോക്ക്. കുട്ടികളുടെ കാര്യം ഭാവനയെടുത്ത് നോക്കിക്കോളും. അനുവിനെ കീർത്തിയെ റെഡിയാക്കണം, പിന്നെ ഉണ്ണിയെ റെഡിയാക്കണം. പാവം ചേച്ചി ഒരുപാട് കഷ്ടപ്പെടും. താൻ പോയി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകും. അപ്പോ ഏട്ടൻ കുറച്ചേരം ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം.
ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. ഉണ്ണി എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്തോളുന്നേ. ഏട്ടത്തി, ഏട്ടത്തി, എന്താ എടുത്തി? ടിഫിൻ റെഡി ആയിട്ടുണ്ടോ? ആയില്ലെങ്കിൽ ഇനി എന്നെ കൊണ്ട് ചെയ്യിക്കോ എന്തോ. കാർത്തിക റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ആ, റെഡി ആയിട്ടുണ്ടമ്മേ. കുട്ടികൾ റെഡിയായല്ലോ അല്ലേ? ഇവനെന്താ ഇതുവരെ റെഡിയാകാതിരിക്കുന്നേ? അറിയില്ല എടുത്തി, ഞാൻ ചോദിച്ചിട്ട് വരാം. എന്താ മോനെ ഉണ്ണി, നീ ഇതുവരെ റെഡി ആയില്ലേ? ഇന്ന് മോന് സ്കൂളിൽ പോണ്ടേ? ഞാൻ സ്കൂളിൽ പോവില്ല. സ്കൂളിലേക്ക് പോകുന്നില്ലേ? അതെന്താ? ഞാൻ ഇനി സ്കൂളിൽ പഠിക്കുന്നില്ല. എന്താടാ പറഞ്ഞേ? നീ ഇനി സ്കൂളിൽ പോണില്ലാന്നോ? എനിക്ക് എന്റെ സ്കൂൾ ഇഷ്ടമല്ല. അതെന്താ ഇഷ്ടമല്ലാത്തെ? ഉണ്ണി, നീ എന്താ റെഡിയാകാതെ ഇവിടെ വന്നിരിക്കുന്നേ? എന്നിട്ട് വാ വാ. ഞാൻ റെഡി ആവില്ല. ഉണ്ണിക്ക് സ്കൂളിൽ പോണ്ടേ? ഇല്ല, പോവില്ല. സ്കൂളിൽ പോകാതെ വീട്ടിലെന്താ ചെയ്യാൻ പോകുന്നേ? അതിന് ഞാൻ വീട്ടിലും ഇരിക്കാൻ പോകുന്നില്ല. സമയാകുന്നു ഉണ്ണി, വേഗം പോയി റെഡിയാകാൻ നോക്ക്. എത്ര തവണ പറഞ്ഞു ഞാൻ സ്കൂളിലോട്ട് ഇനി പോകുന്നില്ല എന്ന്? എനിക്ക് എന്റെ സ്കൂളിൽ തീരെ ഇഷ്ടമല്ല. എന്താ ഉണ്ണി സ്കൂൾ ഇഷ്ടമല്ലെന്ന് പറയുന്നേ? നിനക്ക് സ്കൂൾ ഇഷ്ടമാണെന്നല്ലേ പറയാറ്? ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല. പഠിക്കാതെ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നിട്ട് ഇനി തൊട്ട് പഠിച്ചോളാം. അത് കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവന് മനസ്സിലായി. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനോ? ഞാൻ ഇനി തൊട്ട് വീട്ടിൽ നിൽക്കില്ല. ഞാൻ ഹോസ്റ്റലിൽ മാത്രമേ താമസിക്കൂ. അവിടെ നിന്ന് ഞാൻ പഠിക്കൂ. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോകുന്നോ? ഇങ്ങനെയൊക്കെ ആരാ പറഞ്ഞു തന്നെ? ആരും പറഞ്ഞല്ല. എനിക്കിപ്പോ ഹോസ്റ്റലിൽ താമസിക്കാനാ ഇഷ്ടം. ആവശ്യമില്ലാതെ ഇങ്ങനെ വാശി പിടിക്കില്ല ഉണ്ണി. മര്യാദയ്ക്ക് സ്കൂളിൽ പോയി പഠിക്ക. സ്കൂളിൽ പോയി ഇഷ്ടമല്ലെന്നല്ലേ ഞാനിപ്പോ പറഞ്ഞത്. ഞാൻ ഹോസ്റ്റലിലേക്ക് മാത്രമേ പോവൂ. എന്തിനാ ഉണ്ണി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്താ പറ്റിയത് നിനക്ക്? കുറച്ചു നേരം മുമ്പ് ഞങ്ങളുടെ റൂമിലേക്ക് വന്നിരുന്നു. ഏട്ടനോട് എന്നോട് ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇന്നലെ രാത്രിയാണ് ഹോസ്റ്റൽ വിഷയം ഞാൻ ഇഞ്ചക്ട് ചെയ്തത്. അതിന്റെ ഫലമാണ് ഇത്. എന്ത് പറ്റി ഉണ്ണി? ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് പഠിക്കേണ്ട ആവശ്യം നിനക്കുണ്ടോ ഉണ്ണി? ഇവിടെ നിന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഹോസ്റ്റലിലോട്ട് മാത്രമേ പോവൂ. ഇനി തൊട്ട് ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചേ പഠിക്കുള്ളൂ. ചുമ്മാ വാശി കാണിക്കാതെ ഉണ്ണി. ഹോസ്റ്റലും ഇല്ല, ഒന്നുമില്ല. പോയി റെഡിയാക്. ഞാൻ റെഡി ആവില്ല. ആവശ്യമില്ലാതെ വാശി കാണിക്കാതെ ഉണ്ണി. വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. ഞാൻ ഹോസ്റ്റലിലോട്ട് മാത്രമേ പോവൂ. നിന്നോട് സ്കൂളിൽ പോകാൻ റെഡിയാക്കാനാ പറഞ്ഞത്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മയ്ക്ക്. ഞാൻ ഹോസ്റ്റലിലോട്ട് മാത്രമേ പോവൂ.
എന്തെങ്കിലും പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ വയ്യല്ലേ? ഞാൻ പറയുന്നതും ഇപ്പൊ അമ്മ കേൾക്കാറില്ലല്ലോ. എന്തെങ്കിലും കാര്യം പറഞ്ഞ അതിന് നീ എന്നോട് എതിർക്കുവാണോ? നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? ഇനി അങ്ങനെ പറയടാ. ഇതൊക്കെ നിനക്ക് ആരാ പറഞ്ഞു തന്നത്? പറയാൻ പറയടാ, ആരാ നിനക്ക് പറഞ്ഞു തന്നെന്ന് പറയാൻ? ആരാടാ പറഞ്ഞു തന്നെന്ന് വസു പറയാൻ? നിന്നെ നിന്നെ ഞാൻ നിനക്ക് ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെന്ന്? ഈ വയസ്സിൽ നിനക്ക് എന്താ എത്ര വാശി? ആര് പറഞ്ഞത് പറയാൻ? നിന്നോടല്ലേ ഞാൻ ചോദിച്ചേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നിർത്ത വസു, ഇങ്ങനെ ആരെങ്കിലും ഒരു കുഞ്ഞിനെ അടിക്കോ? ഞാൻ പറയുന്നതൊന്നും കേട്ടില്ലെന്നുണ്ടെങ്കിലേ അവൻ ഇനിയും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞാൻ ഹോസ്റ്റലിലോട്ട് തന്നെ പോവും. വീണ്ടും അത് തന്നെ പറയുന്നു. നിർത്ത വസു. ഉണ്ണി, നീ അകത്തേക്ക് പോ. നിനക്ക് എന്താ പറ്റിയ വസു? അവൻ കൊച്ചല്ല, അവൻ എന്തോ അറിയാതെ പറഞ്ഞെന്ന് വെച്ച് അവനെ പറഞ്ഞു മനസ്സിലാക്കാതെ ഇങ്ങനെ അടിക്കുവാണോ? ഞാൻ പറഞ്ഞോണ്ടിരിക്കാം, എന്നിട്ട് അവൻ കേൾക്കുന്നുണ്ടോ? അവൻ പറഞ്ഞത് എന്നെ വീണ്ടും പറയുന്നു. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അവൻ കേട്ടോ? ചില സമയത്ത് പിള്ളേർ ഇങ്ങനെ തന്നെയാ വാശി പിടിക്കും. നമ്മളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. അതല്ല ചേച്ചി, ഈ ഹോസ്റ്റലിൽ പോണെന്നുള്ള ചിന്ത അവന് എവിടെ നിന്ന് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. ഹോസ്റ്റൽ എന്ന് വെച്ചാ ഇവൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ വയസ്സിൽ ആരെങ്കിലും ഹോസ്റ്റലിലേക്ക് പോവോ? എന്നെ കരയിപ്പിച്ചവൻ വേദനിപ്പിക്കുക, എന്നെ വേദനിപ്പിക്കുക. വസു, വസു ഇങ്ങനെ കരയല്ലേ വസു? ഒന്ന് സ്കൂളിൽ പോവും, നീ വിഷമിക്കാതെ. എന്താടേ എന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? സത്യം പറ ആന്റി, ഉണ്ണി ഹോസ്റ്റലിലേക്ക് പോകാൻ നിർബന്ധം പിടിക്കുന്നത് ആന്റിയുടെ പണിയാണോ? അല്ലല്ല, അതവന്റെ സ്വന്തം തീരുമാനാ. സത്യം പറയാനാ പറഞ്ഞത്, എന്നോട് തന്നെ മറച്ചു പിടിക്കുന്നോ? എടി വിവരം കെട്ട പെണ്ണെ, ആർക്കും ഇല്ലാത്ത സംശയം നിനക്കവിടുന്നാലുണ്ടായേ? ആന്റിയുടെ കൂടെയല്ല എന്റെ കൂട്ട്. എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേന്ന് കുറച്ചുനാള് കൂടെ നടന്നപ്പോ തന്നെ മനസ്സിലായി. നീ ഈ കാര്യം ആരോടും പറയല്ലേ? പറയില്ല. സത്യം? പ്രോമിസ്. ആ ഗുണ്ടുമണിയുടെ തലയില് ഈ വിഷയം കുത്തിവെച്ചത് ഞാനാ. അവനെങ്ങനെയാ സമ്മതിച്ചത്? അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. സമ്മതിപ്പിച്ചു. അതെങ്ങനെയാ? അവൻ കാരണമാണ് അവന്റെ അമ്മയും ഇവിടുത്തെ അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുന്നതെന്നും അവൻ ഈ വീട്ടിലില്ലെങ്കിൽ രണ്ടുപേര് സന്തോഷിച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പാവൻ ചെറുക്കൻ, അവനിവിടില്ലെങ്കിൽ അവന്റെ അമ്മ സന്തോഷിച്ചിരിക്കുമെന്ന് കരുതി സമ്മതിച്ചു. കുഞ്ഞു കുട്ടിയല്ലേ അവൻ, പാവം കിട്ടും ആന്റി. ഇതിലെന്ത് പാപം പുണ്യാടി? അവൻ ചെറിയ കുട്ടിയൊന്നല്ല, കാഞ്ഞ വിത്ത. വലിയ വായില് സംസാരം അവന്. അവനൊന്ന് സമ്മതിപ്പിക്കാൻ എന്റെ ബുദ്ധി മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു. ഉണ്ണിയെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടുന്നതിൽ ആന്റിക്ക് എന്താ പ്രയോജനം? ഇതൊരു ചെറിയ ഇര മാത്രല്ലേ. ആ വലിയ മീനിന് വേണ്ടി ഒരു വല തന്നെ വിരിച്ചിട്ടുണ്ട്. എന്താ ഉദ്ദേശിച്ചേ? ആ വസു ഉണ്ടല്ലോ, അവളും നമ്മുടെ അഭിയെ കെട്ടിയത് തന്നെ ആ ഉണ്ണിക്ക് വേണ്ടിയാ. അവൻ ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ കുറച്ചു കഴിയുമ്പോ അവളെ ഇവിടെ കാണില്ല, അങ്ങ് പൊക്കോളും. അതോടെ അവരെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീരും. ആന്റിക്ക് എന്തിനാ അവരോട് ഇത്രയ്ക്കും വെറുപ്പ്?
നിനക്കിനി ഈ സുമംഗലയെ മനസ്സിലായിട്ടില്ലടി. എന്റെ ദേഷ്യം മുഴുവൻ അവളോടല്ലടി ഉള്ളത്, ഈ വീട്ടുകാരോടാ.